ഇതില് അമ്മയുടെ മകനാരാ അച്ഛന്റെ മകനാരാ? അയ്യോ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. മലയാളം പഠിപ്പിച്ചോണ്ട് വരുമോ ആരെങ്കിലും? ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. അമ്മയുടെ ഒരു പെറ്റായിട്ടുള്ള ഒരു ചുമ്മാ പറയാം. പൊതുജനം പറയുന്നത് പൃഥ്വി അച്ഛന്റെ അതേ. കാരണം എന്താ വെച്ചാൽ വളരെ കുറച്ച് സംസാരിക്കുക, അത് വലിയ ചിരിയൊന്നുമില്ല. അവരങ്ങനെ എല്ലാ ഇന്റർവ്യൂവിലും ഞാൻ കാണിക്കുന്നത് മോനെ ഇതാണ് മറ്റേ നമ്മുടെ അവിടുത്തെ അമ്മ പറയാറുണ്ട്. കഴിഞ്ഞു മോനെ ഇപ്പൊ ഞാൻ ഇപ്പൊ എനിക്കിപ്പോ 3-4 ചോദ്യം അവര് ബുദ്ധിമുട്ടി ചോദിക്കും, ശ്വാസം മുട്ടി. ഇദ്ദേഹം എല്ലാം എന്ന് പറയാതെ തീർക്കും. അതേ സ്ഥാനത്ത് ഞാനും തന്നെ ആയിരിക്കണം. അയ്യോ ഞങ്ങൾക്കറിയാം അവിടെ അടുത്താ ഞങ്ങളുടെ എന്ന് പറഞ്ഞ് നമ്മളങ്ങ് തുടങ്ങും. അങ്ങനെ ഇരിക്കും. ഇതുപോലെ ദാസേട്ടന്റെ ഭാര്യ പ്രഭ, യേശുദാസേട്ടന്റെ ഭാര്യ പ്രഭ നമ്മുടെ വീട്ടിൽ വരാതെ നേരത്ത് ഞാൻ പറഞ്ഞു എന്തോ സുഖേട്ടാ. പ്രഭ വന്നപ്പോൾ സുഖേട്ടൻ കുറച്ചേ സംസാരിച്ചുള്ളൂ, ഞാനാണ് എല്ലാം സംസാരിച്ചത്. ഇപ്പോഴെല്ലാം അന്ന് സുഖേട്ടനുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി, നീ സംസാരിക്കുന്നതല്ല ഞാനും കൂടെ സംസാരിച്ചാൽ മേലാ പ്രഭ ഇവിടെ വരൂല. അവർക്കൊന്ന് വാതുറക്കാൻ ഒരു സന്ദർഭം കൊടുക്കണ്ടേ. ഓക്കെ, അപ്പൊ ഞാൻ ഒരു ഫോട്ടോ കാണിച്ചതായിട്ടാ. അപ്പം അതിന്റെ അത് കാണുമ്പോ എന്താ തോന്നുന്നത്? അങ്ങനെ എന്തെങ്കിലും ഒരു മമ്മൂട്ടി സുഖേട്ടനും രാജുവും മമ്മൂട്ടി. അത് ആരുടെ കാര്യമാണ് പറഞ്ഞത്? മമ്മൂട്ടിയുടെ കാര്യമാണ് പറയേണ്ടത്. അതിനെക്കാട്ടി ചെറുപ്പമായിരിക്കുന്നത് രാജുവിന്റെ കൂടെ ഇരിക്കുന്ന ഫോട്ടോയില്. അല്ല സത്യം ഞാൻ പറയാം. അതൊക്കെയാണ് എല്ലാരും അവരവരുടെ ശരീരം. ഈ തൊഴിലിൽ അതൊക്കെ ആവശ്യമാണ് മോളെ. അതൊക്കെ മമ്മൂട്ടി വളരെ ചിട്ടയായിട്ട്. ഞാൻ കേട്ടിരിക്കുന്നത് അങ്ങനെയാണ്. യോഗ അത് ഇത് മറ്റേത് മറിച്ച് ആഹാരത്തിൽ നിയന്ത്രണം ഇപ്പൊ ആരായിട്ട് പറയുന്നത് കേട്ടു. ഇല്ല ഇക്ക ബിരിയാണിയൊക്കെ കഴിക്കുന്നത്. ഞാൻ പറഞ്ഞല്ല ഉച്ചയ്ക്ക് കാലം ബിരിയാണി കഴിക്കുമായിരിക്കും. പക്ഷെ മൊത്തത്തിൽ അദ്ദേഹം അത് ആഹാരത്തിലൊക്കെ നിയന്ത്രണവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ സുഖേട്ടൻ്റെ കൂടെ അത് ആ പടം എനിക്കറിയാം, മുദ്രയാണെന്ന് തോന്നുന്നു ഇരിക്കുന്നത്. ഇവർ വലിയ അടുപ്പക്കാരാണ്. സുഖേട്ടൻ വലിയ കാര്യം മമ്മൂട്ടി എപ്പോഴും പറയും എൻ്റെ കൂട്ടാ നാക്കെടുത്ത് വെച്ച് വളച്ച് വല്ലതൊക്കെ പറയും. പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പാവം തന്നെ വിളിച്ച് അതിനകത്തൊരു സോറി പറയുകയും ചെയ്തത്. മമ്മൂട്ടിക്ക് ഇപ്പം എന്ത് ചോദിച്ചാൽ അങ്ങനെ അങ്ങോട്ട് എല്ലാവരുടെ അടുത്തും എന്നുള്ളതല്ല. അത് എന്തെങ്കിലും മമ്മൂട്ടി അങ്ങനെ വേണ്ടായിരുന്നു തോന്നിയ മമ്മൂട്ടി അപ്പം തിരുത്തും. അതൊരു വലിയ ക്വാളിറ്റിയാണ്. പലർക്കും അത് ആ ഈഗോ സമ്മതിക്കില്ല തിരുത്താൻ. അതെല്ലാവരും കണ്ടുപഠിക്കണം. ഇളം തലമുറയൊക്കെ കണ്ടുപഠിക്കേണ്ട. സോറി കേട്ടാ എനിക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റി എന്ന് പറയാന്ന് പറയുന്നത് ഒരു മഹാകാര്യമാണ്. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. ഒന്നും വിചാരിക്കില്ല അറിയാതെ ഇങ്ങനെ ഒരു സംഭവം എന്ന് വിചാരിക്കുന്നില്ല. എനിക്ക് നമ്മൾ ചെയ്തത് ഏറ്റു പറഞ്ഞ് തിരുത്താനെന്നില്ല നാണം കിടുന്നത്. അതിനൊന്നും ആവശ്യമൊന്നുമില്ല. ഈസ് എ ഗ്രേറ്റ് പേഴ്സണാലിറ്റി പറയാതിരിക്കാൻ. ഇപ്പൊ സംസാരിക്കുമ്പോ തന്നെ ഓരോരുത്തരിങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന പോലെ. അപ്പൊ മിമിക്രി പഠിച്ചിട്ടുണ്ടോ ശരിക്കും? അയ്യോ എനിക്ക് ഞാൻ പോട്ടെ. മിമിക്രി പഠിച്ചിട്ടുണ്ടോ? മിമിക്രിയൊക്കെ ഇപ്പം വന്ന കലാരൂപങ്ങളാ മോളെ. ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ മിമിക്രി ഒന്നും കണ്ടിട്ടില്ല. അത് ഡാൻസും പാട്ടും ഇതൊക്കെ തന്നെ. മിമിക്രിയൊക്കെ ഈ അഭിനയത്തിലൂടെ വരുന്നതാണല്ലോ. ഞങ്ങളൊക്കെ ചെയ്യുന്ന മിമിക്രി അല്ല മിമിക്രി.